ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവരക്കര കോയിവിള സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷമായിരുന്നു സംസ്കാരം. വിദേശത്തുള്ള അതുല്യയുടെ ഭർത്താവ് സതീഷിനായി തെക്കുംഭാഗം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഇന്ന് പുലർച്ചെയാണ് അതുല്യയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. തുടർന്ന് റീപോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷമായിരുന്നു റീപോസ്റ്റ്മോർട്ടം. തുടർന്ന് 3 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. വൈകാരിക നിമിഷങ്ങൾക്കാണ് കോയിവിളയിലെ വീട് സാക്ഷിയായത്. ഒരു മണിക്കൂറിൽ താഴെ മാത്രം പൊതുദർശനം. നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. അതേസമയം വിദേശത്തുള്ള അതുല്യയുടെ ഭർത്താവ് സതീഷിനായി തെക്കുംഭാഗം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. അതുല്യയെ സതീഷ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും സതീഷിൽ നിന്നും അതുല്യ നേരിട്ട പീഡനങ്ങളുടെ ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിരുന്നു. വീട്ടുകാരുടെ പരാതിയിൽ സതീഷിനെതിരെ കൊലക്കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. 8-അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. എന്നാൽ അതുല്യയുടെ മരണം ആത്മഹത്യയെന്നാണ് ഷാർജയിലെ ഫോറൻസിക് റിപ്പോർട്ട്. 24 കൊട്ടാരക്കര.